നാടിൻ്റെ ഇലക്ഷൻ ഡെസ്കുമായി നമുക്കിപ്പം ചേരുകയാണ്. മലപ്പുറത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, കണ്ണൂരിൽ നിന്ന് അസിത സഹീറും. ആദ്യം ഹാഷ്മിയിലേക്ക്. ഹാഷ്മി, മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ആവേശം എത്രമാത്രം ഊഷ്മാവ് കടന്നിട്ടുണ്ട്? എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എസ് കെ, മലപ്പുറത്ത് മാത്രമല്ല കേരളമെമ്പാടും. എസ് കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല കേരളമെമ്പാടും അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പരമാവധിയിലേക്ക് ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. ഇനി കേവലം എസ് കെ 2 ദിവസം മാത്രമാണ് ബാക്കി. ഇന്നും നാളെയും. നാളെ പരസ്യ പ്രചരണം, നാളെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്കലാശത്തിന് തിരക്കിലേക്കൊക്കെ ആളുകൾ പോകും. പിന്നീട് ഒരു ദിവസം നിശബ്ദ പ്രചരണം. അങ്ങനെ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ വോട്ടും നിർണായകമാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള വലിയ തിരക്കിലും ഒക്കെയാണ് സ്ഥാനാർത്ഥികൾ. അതിനിടയിൽ പല വിഷയങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്തായാലും ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങേയറ്റത്തെ തെരഞ്ഞെടുപ്പിന്റെ ആവേശം, സാധാരണ ചൂട് പോലെ അങ്ങേയറ്റത്തെ തെരഞ്ഞെടുപ്പിന്റെ ആവേശമുണ്ട്. എസ് കെ, നമ്മൾ നിൽക്കുന്നത് മഞ്ചേരി മാർക്കറ്റിലാണ്. എന്താണ് അവസ്ഥ? ഇലക്ഷൻ അവസ്ഥ എന്താ? വളരെ മോശമാണ്. വളരെ മോശമാണോ? എന്താ അറിയില്ല. അയ്യോ, ആണോ? ചൂടില്ലേ? ചൂട് കമ്മി. കമ്മി ആണ്. ചൂട് കമ്മിയാണോ? ചൂട് ഇക്കുറി ഒരു മാറ്റം വേണം. മഞ്ചേരിയിൽ കാലങ്ങളായിട്ട് 40 വർഷമായിട്ട് UDF ഭരിച്ചിട്ട് ഒരു വികസനവുമില്ല, ഒരു കാര്യമില്ല. പിന്നെ കാര്യമില്ലാതെ മാറ്റം വേണമെന്നില്ലേ? മാറ്റം വന്നാലേ നടക്കുള്ളൂ. മാറ്റം വരില്ല, മാറ്റം വരൂല, മാറ്റം വരൂല. മാറ്റം വരാത്ത അന്തം ഞാൻ പറയണില്ല. ഇക്കുറി ഒരു മാറ്റം അത് എന്തായാലും മഞ്ചേരിക്ക് ഉണ്ടാവും ഒരു ഉറപ്പ്. മാറ്റം വേണം, പക്ഷെ മാറ്റം വരില്ലെന്നാ പറയുന്നത്. അത് ഓൽക്ക് അങ്ങനെ പറയാലോ. ഇക്കുറി പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി കൊടുക്കും. 100 സീറ്റ് UDF അധികാരത്തിൽ. ഇക്കുറി തുടർ ഭരണം മൂന്നാമതും LDF 3-0 ആയി. മൂന്നാമത് വരും ഉറപ്പാണ്. ഇത് 3 പ്രാവശ്യം ഒരാളായി കഴിഞ്ഞാൽ ഏകാധിപത്യമായി. അപ്പൊ എന്തായാലും മാറ്റം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പോയി. അപ്പൊ എസ് കെ, നമ്മൾ മഞ്ചേരി മാർക്കറ്റിലാണ്. മഞ്ചേരി മാർക്കറ്റിൽ അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷെ എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിലും രാഷ്ട്രീയമായി അങ്ങനെ ഏറ്റുമുട്ടെങ്കിലും എല്ലാവരും സൗഹൃദം. ചേട്ടാ, ഇഞ്ചിക്ക് എന്തോ വില? പോലെ ഇഞ്ചിക്ക് എന്താ വില? ഇഞ്ചിയൊക്കെ ചെറിയ വില ഉള്ള കൊണ്ടേക്കോളെ പറയാങ്ങോട്ടെ. 55 കിലോ 55. നല്ല വലിയ ഇഞ്ചി അല്ലേ? കിടല ഇഞ്ചി. ഇലക്ഷൻ ഒക്കെ എന്താ അവസ്ഥ? UDF ഉണ്ടോ? അവിടെ LDF പറയുന്നത് ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. UDF അധികാരത്തിൽ വരും. ഉറപ്പാ? ഓ, എത്ര സീറ്റ്? ഒരു 90 സീറ്റ് ഉണ്ടാവും. ആണല്ലേ? ഓ, CIT മഞ്ചേരി. പേരെന്താ? അനസ്. അപ്പൊ അവിടെ UDF അധികാരത്തിൽ വരുന്ന പറയുന്നത്. UDF മഞ്ചേരി മണ്ഡലം വരെ മാറും. ഇവര് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പൂളക്കൊമ്പ് കുത്തിയാല് പാണക്കാട്ട് തങ്ങളൊരു പൂളക്കൊമ്പ് കുത്തിയാ അത് വിജയിപ്പിച്ചിരുന്നു പറഞ്ഞ കാലം അതൊക്കെ മാറിയിക്കണ്. കാര്യല്ല. ജനങ്ങൾക്കൊക്കെ ബുദ്ധിയും വിവേകം വന്നുകൊണ്ട്. അപ്പൊ എസ് കെ അതാ എന്തുണ്ട്? എന്താ ഇലക്ഷൻ എങ്ങനെ തോന്നുന്നു? വളരെ ഉഷാറായി പോകുന്നുണ്ട്. UDF or LDF? UDF വരും. അവിടെ LDF വരുന്ന അത് പറയും, ഒരേ അഭിപ്രായം പറയും. UDF മെജോറിറ്റി. അപ്പൊ എസ് കെ മഞ്ചേരി മാർക്കറ്റ് രാവിലെ ചെയ്യുന്നവര് നമ്മൾ കുറച്ച് നേരത്തെ വന്നായിരുന്നു. രാവിലെ ഒക്കെ നല്ല പൂഴി വാരിട്ട് താഴെ ഇല്ലാത്ത പോലെ ആളായിരുന്നു. ഇപ്പൊ കുറച്ച് ആള് മാറിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്തുണ്ട്? ചായ കുടിച്ചില്ലേ? കുടിക്കണം, നമുക്ക് കുടിക്കണം. ചായ കുടിക്കണം. എന്താ അവിടെ നല്ല പുഴുങ്ങിയ കോഴിമുട്ടയും മറ്റേ നല്ല ചൂട് ഉഴുന്നോടെ ഉണ്ട്. ആരാ വരുന്നല്ലേ? ആരാ വരും? UDF വരും. ആര് വരുമോ? പക്ഷെ അവിടെ പറഞ്ഞ LDF വരുന്നാ പറഞ്ഞത്. ഓല അങ്ങനെ പറഞ്ഞോ? ഓല പറഞ്ഞവർക്ക് പറയാലോ. അപ്പൊ എസ് കെ, നമ്മൾ മഞ്ചേരി മാർക്കറ്റിലൂടെ ഇങ്ങനെ എന്നാണ്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടക്കാരും സ്വരായിട്ട് പോണേ. പച്ചക്കറിക്ക് വില? പച്ചക്കറിക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ ഓവർ വില ഒന്നുമില്ല. ഇലക്ഷൻ വരുന്നുണ്ട്. ഇലക്ഷന്റെ ചൂട് പ്രചരണം. ഇലക്ഷന്റെ പ്രചാരണം നല്ല പമ്പൻ ചൂടല്ലേ? കാരണം പുറത്ത് UDF അധികത്ത് വരും. സാധാരണ കച്ചവടക്കാർ രാഷ്ട്രീയം പറയത്തില്ലെന്നുള്ള. കച്ചവടം പറയുന്നില്ല. പക്ഷേ നമ്മള് അധികത്ത് കോൺഗ്രസ്സുകാരാണോ ലീഗുകാരനോ? യാതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെ. അപ്പൊ എസ് കെ, മലപ്പുറം മഞ്ചേരി മാർക്കറ്റിൽ LDF-കാരും UDF-കാരും CPM-കാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും അവരവരുടെ നിലപാടുകൾ വളരെ കൃത്യമായി തന്നെ നേർക്കുനേർ പറയും. പക്ഷേ ഹാഷ്മി താജ് ഇബ്രാഹിം, താങ്കൾ അവിടെ തന്നെ നിൽക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.